നമസ്കാരം. ആണവ പദ്ധതിയിൽ തീയിട്ടാൽ അമേരിക്ക ഇറാൻ കത്തിക്കും. ഇറാൻ അമേരിക്ക കരാർ പ്രതിസന്ധിയിലാകുന്നു. അന്തിമ വിധിക്ക് വേണ്ടി ഇറാൻ കാത്തിരിക്കുന്നു. ഇറാനുമേൽ ചുമത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് ട്രംപിന്റെ പ്രവചനമുണ്ടാകുന്നു. മരവിപ്പിച്ച $24 ബില്യൺ വിട്ടുനൽകുമെന്ന് പറഞ്ഞ അമേരിക്ക ഇതിൽ പകുതി തുക ചർച്ചകൾക്ക് തുടക്കമിടുന്നതിന് മുൻപേ ലഭ്യമാക്കണമെന്ന ഇറാന്റെ ആവശ്യത്തിൽ വഴിമുട്ടി നിൽക്കുന്ന ചർച്ചകൾ. ആണവ പദ്ധതിയിൽ തീയിട്ടാൽ അമേരിക്ക ഇറാൻ കത്തിക്കുമെന്നുള്ള കൃത്യമായ തീരുമാനം. 60 ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ ഒരു അന്തിമ ഉടമ്പടി ലക്ഷ്യമിടുന്ന അമേരിക്കയ്ക്ക് ഇറാൻ ചിലപ്പോൾ വിധിക്കുന്നത് എന്തായിരിക്കും? ഇറാൻ അമേരിക്ക കരാർ പ്രതിസന്ധിയിലാകുകയും ട്രംപ് വീണ്ടും പട നയിക്കുകയും ചെയ്താൽ അന്തിമ വിധി ഇറാൻ നടപ്പിലാക്കും. അത് ട്രംപിനെ കത്തിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കെ അപ്രതീക്ഷിതമായിട്ട് സമാധാനത്തിന്റെ ഒരു വാതിൽ തുറക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളും ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷങ്ങളും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരു കാലഘട്ടം. യുദ്ധം ഒഴിവാക്കുവാനുള്ള ഒരു സമവായ ഫോർമുല പുറത്തു വരുന്നു. പെന്റഗൺ യുദ്ധവിമാനങ്ങൾ ആകാശത്തേക്ക് കുതിക്കാൻ സജ്ജമായി നിൽക്കെ അവസാന നിമിഷം ട്രംപ് ഭരണകൂടം നടത്തിയ പിന്മാറ്റം ഒരു വലിയ സംഘർഷത്തിന്റെ ശമനത്തിനാണോ വഴിയൊരുക്കുന്നത് എന്ന ആകാംക്ഷയിലാണ് ലോകം. ഇറാൻ അമേരിക്ക ബന്ധത്തിൽ ഒരു നേർത്ത പ്രതീക്ഷയുടെ കിരണം തെളിഞ്ഞിട്ടുണ്ട് എങ്കിലും അത് പൂർണ്ണമായ സമാധാനത്തിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീഷണി തൽക്കാലം അകന്നുവെങ്കിലും ആണവ വിഷയത്തിലും ഉപരോധങ്ങളുടെ കാര്യത്തിലും നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കപ്പെടാതെ ശാശ്വതമായ ഒരു സമാധാനം അസാധ്യമാണ്. ലോകം കാത്തിരിക്കുന്നത് ഈ അനിശ്ചിതത്വങ്ങളുടെ അവസാനത്തിനായിട്ടുള്ള ആ ഒപ്പുവെക്കലിന് വേണ്ടി മാത്രമാണ്. ഈ ആഴ്ച ആദ്യം ടെഹ്റാന് നേരെ നടത്താനിരുന്ന ആക്രമണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത് വെറും ഒരു മനംമാറ്റം കൊണ്ടായിരുന്നില്ല. ഗൾഫ് രാഷ്ട്രങ്ങളുടെ തലവന്മാരുമായി നടത്തിയ അടിയന്തര ചർച്ചകൾക്കൊടുവിലാണ് ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്ക് വഴി തെളിഞ്ഞത് എന്നുള്ളതാണ്. സമാധാന ഉടമ്പടിയുടെ കരട് രൂപം തയ്യാറായെന്നുള്ള അറിവ് ആക്രമണത്തിൽ നിന്ന് പിന്മാറാൻ ട്രംപിനെ പ്രേരിപ്പിച്ചു. കടുത്ത സൈനിക നീക്കങ്ങൾക്കിടയിലും പശ്ചാത്തലത്തിൽ നടന്ന രഹസ്യ ചർച്ചകൾ ഫലം കണ്ടു എന്നതാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വശമെന്ന് പറയപ്പെടുന്നത്. സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ വലിയൊരു സാമ്പത്തിക പാക്കേജാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇറാനുമേൽ ചുമത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം തന്നെ മരവിപ്പിച്ച $24 ബില്യൺ വിട്ടു നൽകുവാനാണ് ധാരണ. ഇതിൽ പകുതി തുക ചർച്ചകൾക്ക് തുടക്കമിടുന്നതിന് മുൻപേ ലഭ്യമാക്കുമെന്ന വാഗ്ദാനവും ഇറാൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. 60 ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ ഒരു അന്തിമ ഉടമ്പടിയിൽ എത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. വ്യക്തത വരാനുണ്ട്. അതേസമയം ആണവ പദ്ധതികൾ കൈവയ്ക്കുകയോ അതിനെ തീയിട്ട് നശിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അമേരിക്ക മുന്നോട്ട് വെച്ചാൽ അമേരിക്കയെ കത്തിക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ മുൻപിലെ തീരുമാനം എന്ന് പറയുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ കുറഞ്ഞത് 20 വർഷമെങ്കിലും ഇറാനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെടുന്നു. എന്നാൽ 10 വർഷത്തെ മരവിപ്പിക്കലിനാണ് ഇറാൻ തയ്യാറായിരിക്കുന്നത്. ഒബാമ കാലഘട്ടത്തിലെ ആണവ കരാർ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ടതെന്ന് വിളിച്ച ട്രംപിന് ഇത്തവണ കൂടുതൽ കടുത്ത നിബന്ധനകൾ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല. ഇറാൻ ആവട്ടെ തങ്ങളുടെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിൽ ഒന്നെങ്കിലും തുറന്നു പ്രവർത്തിക്കണമെന്ന വാശിയിലുമാണ്. സമാധാന നീക്കങ്ങൾക്ക് പിന്നിൽ ഗൾഫ് രാജ്യങ്ങളുടെയും പാകിസ്ഥാന്റെയും പങ്ക് വലുതാണ് നിർണായകമായത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അവരുടെ ഇടപെടൽ, ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലാണ് ഈ സമാധാന ഉടമ്പടിയിലേക്ക് എത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ ഈ പറയുന്ന ഖത്തറും UAE അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് മാത്രമാണ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ഖത്തർ, UAE, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ടെഹ്റാനുമായും വാഷിംഗ്ടണുമായും നിരന്തരം ബന്ധപ്പെട്ട് മധ്യസ്ഥം വഹിച്ച് ചർച്ചകൾ നടത്തി. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുമായി സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന രാജ്യങ്ങൾ വഴി ചർച്ചകൾക്ക് വഴിയൊരുക്കുവാൻ അവർക്കായി എന്നുള്ളതാണ്. എങ്കിലും ഒരു കരാർ ഒപ്പുവെക്കുന്നത് വരെ കാര്യങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഇരുപക്ഷവും തയ്യാറല്ല എന്നുള്ളതാണ്. അമേരിക്കൻ പ്രസിഡന്റ് സമാധാനത്തെക്കുറിച്ച് വാചാലനാകുമ്പോഴും ഇറാൻ ഔദ്യോഗികമായി അതീവ ജാഗ്രതയിലാണ്. ചർച്ചകൾ നടന്നുവെന്നത് സത്യമാണ് എങ്കിലും തങ്ങളുടെ ചുവന്ന രേഖകളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോഴും യുദ്ധം അവസാനിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു അന്തിമ തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് അവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. ട്രംപിന്റെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് ഇറാൻ ഇറങ്ങാൻ സാധ്യത കുറവാണ്. രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത് അതുമാണ്. ലോകവിപണിയിൽ ഈ വാർത്ത വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. സമാധാന ചർച്ചകളുടെ വാർത്തകൾ പുറത്തു വന്നതോടെ ബ്രണ്ട് ക്രൂഡ് ഓയിൽ വില 5% ഇടിഞ്ഞു താണിരിക്കുന്നു. ഹോർമൂസ് കടലിലേക്ക് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയാണ് എണ്ണവില കുറയാൻ കാരണമായി മാറുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഉലയ്ക്കുന്ന രീതിയിൽ ഇറാൻ നടത്തിയ ഉപരോധം നീങ്ങുമെന്ന സൂചന നിക്ഷേപകർക്ക് ആശ്വാസം പകരുന്നതാണ്. എങ്കിലും ഹോർമൂസ് കടലിടുക്കിലെ സാഹചര്യം ഇനിയും പൂർണ്ണമായിട്ടും ശാന്തമല്ല. ഇറാൻ ഈ ജലപാത ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിനിടെ നടന്ന സൈനിക നീക്കങ്ങളിലും ടാങ്കറുകളിൽ ആക്രമിക്കപ്പെട്ടതിലും നിരവധി ജീവനുകളാണ് നഷ്ടമായത്. ഇരുവശത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള നടപടികൾ തുടരുമ്പോൾ കടലാസിലെ കരാറുകൾക്ക് എത്രത്തോളം പ്രായോഗികതയുണ്ട് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. ബോംബുകൾ കൊണ്ടുള്ള ചർച്ചകൾ എന്ന അമേരിക്കൻ പ്രതിരോധ മേധാവിയുടെ പരാമർശം ഇപ്പോഴും സാഹചര്യത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നതാണ്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ സൈനിക ശക്തി പ്രകടനം നടത്തുന്ന ട്രംപിന്റെ തനതായ നെഗോസിയേഷൻ ശൈലിയാണ്.
ഇറാനെ സമ്മർദ്ദത്തിലാക്കി കാര്യം സാധിക്കുവാനുള്ള ഈ നീക്കം വിജയിക്കുമോ അതോ വീണ്ടും സംഘർഷത്തിലേക്ക് നയിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്ന കാര്യമാണ്. ലോകം ചികയുന്നതും അതാണ്. ഇറാന് മേൽ ചുമത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന ട്രംപിന്റെ പ്രവചനം ഉണ്ടാകുന്നു. മരവിപ്പിച്ച $24 ബില്യൺ വിട്ടു നൽകുമെന്ന് പറഞ്ഞ അമേരിക്ക ഇതിൽ പകുതി തുക ചർച്ചകൾക്ക് തുടക്കമിടുന്നതിന് മുൻപേ ലഭ്യമാക്കണമെന്ന ഇറാന്റെ ആവശ്യത്തിൽ വഴിമുട്ടി പോകുന്നു, അല്ലെങ്കിൽ വഴിമുട്ടി നിൽക്കുന്ന ചർച്ചകളിലേക്ക് എത്തപ്പെടുന്നു. ആണവ പദ്ധതിയിൽ തീയിടുന്ന സാഹചര്യം അമേരിക്ക സൃഷ്ടിക്കുകയാണ് എങ്കിൽ അമേരിക്കയെ കത്തിക്കാൻ ഒരുങ്ങുന്ന ഇറാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 60 ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ ഒരു അന്തിമ ഉടമ്പടി ലക്ഷ്യമിടുന്ന അമേരിക്കയ്ക്ക് ഇറാൻ ചിലപ്പോൾ വിധിക്കുന്നത് എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇറാൻ അമേരിക്ക കരാർ പ്രതിസന്ധിയിലാകുകയും ട്രംപ് വീണ്ടും പട നയിക്കുകയും ചെയ്താൽ അന്തിമ വിധി എന്ന് പറയപ്പെടുന്നത് ഇറാൻ നടപ്പിലാക്കും. അത് ട്രംപിനെ കത്തിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഈ യുദ്ധക്കൊതിയന്മാർ അവസാനിപ്പിക്കില്ല ഈ തലവെട്ടി തുള്ളലുകൾ.